ഞാനൊരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ. 14ന്റെ സ്ക്വയർ കാണാൻ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാറ്? എക്സിന്റെ സ്ഥാനത്ത് 1, വൈയുടെ സ്ഥാനത്ത് 4, അതിന്റെ ഹോൾ സ്ക്വയർ. 4ന്റെ സ്ക്വയർ 16, അതില് 6 എഴുതി, റിമൈൻഡർ 1, അപ്പൊ 196. കിട്ടിയോ? ഈ സെയിം പാറ്റേണിൽ തന്നെ ഈ 3 രീതിക്ക് അനുസരിച്ചും നിങ്ങൾ ചെയ്ത് നോക്കണം. നിങ്ങൾ എത്രമാത്രം ചെയ്യുന്നു അത്രമാത്രം നിങ്ങൾക്ക് സ്പീഡ് വരും. ഈ ഹോംവർക്കിന്റെ ആൻസർ ടീച്ചർക്ക് കമന്റ് ആയിട്ട് അയച്ചു തരണം കേട്ടോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആൻസർ പേപ്പറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിയ. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിന്റെ 4ാമത്തെ പാഠഭാഗം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ 3ാമത്തെ പാർട്ടാണ് ഇടുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. When each side of a square was reduced by 2 meters, the area became 49 square meters. What was the length of a side of the original square? ഒരു സമചതുരത്തിന്റെ വശങ്ങളെല്ലാം 2 മീറ്റർ കുറച്ച് ചെറുതാക്കിയപ്പോൾ പരപ്പളവ് 49 ചതുരശ്ര മീറ്റർ ആയി. ആദ്യത്തെ സമചതുരത്തിന്റെ വശങ്ങളുടെ നീളം എത്ര മീറ്റർ ആയിരുന്നു? അപ്പൊ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ഒരു സമചതുരം, ആദ്യത്തെ ഒരു സമചതുരം തന്നിട്ടുണ്ട്. ഇനി അതിന്റെ വശങ്ങൾ ചെറുതാക്കി, 2 മീറ്റർ ചെറുതാക്കി. അതായത് ഈ വശം ചെറുതാക്കി, ഈ വശം ചെറുതാക്കി, ഈ വശം ചെറുതാക്കി, ഈ വശവും ചെറുതാക്കി. അങ്ങനെ ചെറുതാക്കിയപ്പോൾ കിട്ടിയ സമചതുരത്തിന്റെ, അതായത് ഈ ചെറിയ സമചതുരത്തിന്റെ ഏരിയ 49 ആണ്. നമ്മുടെ ചോദ്യം, ഈ വലിയ സമചതുരത്തിന്റെ സ്ക്വയറിന്റെ സൈഡ് എത്രയാണ്? ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇത്തരം ക്വസ്റ്റ്യൻ ഇനിയും പ്രതീക്ഷിക്കാം, എക്സാമിനൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ വരുന്ന വ്യത്യാസം എന്താണ്? ഇവിടെ വലിയ ഒരു സമചതുരത്തിൽ നിന്നും 2 മീറ്റർ ആണ് ഇവിടെ കുറവ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ സൈഡ്, ഈ വലിയ വശത്തിൽ നിന്നും 2 മീറ്റർ കുറവ് വരുന്നുണ്ട്. അതുപോലെ ഈ വശത്തു നിന്നും 2 മീറ്റർ കുറച്ചു. അപ്പൊ ഇവിടെയും എന്ത് വരും? 2 വരും. ഇവിടെയും 2. കണ്ടില്ലേ? ഇനി ഈ വശം വീണ്ടും ചെറുതാക്കി. അപ്പൊ എന്ത് വന്നു? ഇവിടെ 2 മീറ്റർ ആണ് ചെറുതാക്കിയത്. അതേസമയം ഇവിടെയും എന്താണ്? ഈ വശം 2 മീറ്റർ ചെറുതാക്കിയല്ലോ. ഇനി ഈ വശം 2 മീറ്റർ ചെറുതാക്കി, ഈ വശവും 2 മീറ്റർ ചെറുതാക്കി. ഓക്കെ, ഈ അളവുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇതില് നമുക്ക് എക്സ് എവിടെയാണ് എടുക്കേണ്ടത്? ഒന്നുകിൽ എക്സിനെ ഈ വലിയ സമചതുരത്തിന്റെ വശം എന്നുള്ള അളവ് ഉപയോഗിച്ചെടുക്കാം. ഈ വലിയ വശം എക്സ് ആണ് എന്ന് വിചാരിച്ചെടുക്കാം. അല്ലെങ്കിൽ എന്ത് വിചാരിക്കാം? ഈ ചെറിയ വശം എക്സ് ആണ് എന്നും കരുതാം. ഏത് വേണമെങ്കിലും കരുതാം കേട്ടോ. അപ്പൊ ഞാൻ 2 രീതിയിലും കാണിച്ചു തരണോ? 2 രീതിയിലും കാണിക്കാം. നോക്കുക, ഒരാൾ എടുക്കുന്നത് ചെറിയ വശത്തിന്റെ, ചെറിയ സ്ക്വയറിന്റെ ഒരു സൈഡാണ് എക്സ്. ഓക്കെ, സൈഡ് ഓഫ് സ്മോൾ സ്ക്വയർ, ചെറിയ വശത്തിന്റെ സൈഡാണ് എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ, അതായത് എന്താണ് പറയാ? ചെറിയ സമചതുരത്തിന്റെ ഒരു വശം സമം എക്സ്. ഓക്കെ, അങ്ങനെ വരുമ്പോ എന്താണ് ഇവിടെ വരുന്ന ഏരിയ? എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, എക്സ് സ്ക്വയർ ഏരിയ ഇവിടെ തന്നിട്ടുണ്ട്. ഏരിയ എന്നുള്ളത് എത്രയാണ്? എക്സ് സ്ക്വയർ ആണ് അല്ലേ? അതായത് വശം ഇൻറ്റു വശം. ഇവിടെ വശം എക്സ് ആണെങ്കിൽ അത് തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ. ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാം. ഇനി നമുക്ക് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ചെറിയ സമചതുരത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് 49 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, എക്സ് സ്ക്വയർ 49 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എത്രയാണ്? സ്ക്വയർ റൂട്ട് ഓഫ് 49. കാരണം എക്സ് സ്ക്വയർ ഈക്വൽ സൈഡിന്റെ അങ്ങേ സൈഡിലേക്ക് എങ്ങനെയാ ചാടി പോവാ? മലക്കം പറഞ്ഞ് സ്ക്വയർ റൂട്ട് ആയിട്ട് ചാടി പോവും. ഇത് എത്രയാണ്? പ്ലസ് ഓർ മൈനസ് 7 ആണ്. എക്സ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 49 ആണ്. പ്ലസ് ഓർ മൈനസ് 7 ആണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? ഇല്ല. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ വലിയ വശം ഓരോന്നും, അതായത് വലിയ സ്ക്വയറിന്റെ ഓരോ വശവും കണ്ടുപിടിക്കുക എന്നതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ വലിയ വശം എത്രയാണ്? നിങ്ങളൊന്ന് നോക്കൂ. ഇവിടെ എക്സ് ആണെങ്കിൽ വലിയ വശം എങ്ങനെ വരിക? ഈ എക്സിനോടൊപ്പം ഇവിടെ മുതൽ ഇവിടം വരെ ഈ അളവ് തന്നെയാണ്. അതായത് ഇവിടം വരെ എക്സ് തന്നെയാണ്. ഇനി ഇവിടെയോ 2, ഇതോ 2. കണ്ടില്ലേ? അപ്പോ വലിയ സ്ക്വയറിന്റെ വശം എന്ന് പറയുന്നത് എത്രയാണ്? സൈഡ്
ലാർജ് സ്ക്വയർ. അതായത് എന്ത് പറയാം? എന്ത് പറയാം? വലിയ സമചതുരത്തിന്റെ ഒരു വശം സമം എങ്ങനെയാണ്? എക്സ് പ്ലസ് 2 പ്ലസ് 2, 2 പ്ലസ് 2 എത്രയാ? 4. അപ്പൊ ഒരു വശം എന്ന് പറയുമ്പോ എക്സ് പ്ലസ് 4. ദാറ്റ് ഇംപ്ലൈസ് എന്താണ്? 7 ഒരു വശം. അപ്പോ 7 പ്ലസ് 4 എത്ര? 7 പ്ലസ് 4 എത്രയാണ്? 11. നോക്കുക, നമ്മൾ പറഞ്ഞു ചെറിയ സ്ക്വയറിന്റെ ഒരു സൈഡ് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ വലിയ സ്ക്വയറിന്റെ ഒരു വശം എന്ന് പറയുന്നത് എന്തായി മാറും? ഈ അളവ് തന്നെയാണ് ഇവിടെ വരിക, എക്സ്. ഈ അളവ്, അതായത് ഒരു മൈതാനം അല്ലെങ്കിൽ ഒരു സ്ക്വയറിന്റെ 2 സെന്റിമീറ്റർ ആണ് കുറച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെയും 2 ആണെങ്കിൽ ഇവിടെ 2 തന്നെ, ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 2. അപ്പൊ വലിയ സ്ക്വയറിന്റെ ഒരു വശം എന്ന് പറയുമ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇതിനോടൊപ്പം 2, അതായത് എക്സ് പ്ലസ് 4 ആണ് വലിയ സ്ക്വയറിന്റെ ഒരു വശം. സൈഡ് ഓഫ് എ ലാർജ് സ്ക്വയർ, അതായത് വലിയ സമചതുരത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത് എക്സ് പ്ലസ് 4 ആയിരിക്കും. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചു 7. അപ്പൊ 7 പ്ലസ് 4 സമം 11. ഇവിടെ എന്തുകൊണ്ടാണ് എക്സ് സ്ക്വയർ എന്നുള്ളതിന് വാല്യൂ 49 ആണെങ്കിൽ എക്സ് റൂട്ട് 49 എഴുതി പ്ലസ് ഓർ മൈനസ് 7 എഴുതാൻ കാരണം എന്താണെന്നറിയോ? നമുക്ക് സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 വാല്യൂ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ 49ന് പ്ലസ് 7 ആവാം, മൈനസ് 7 ആവാം. എക്സ് എന്നുള്ളത് ഒരു വശമാണ് അല്ലെ, ഒരു സ്ക്വയറിന്റെ വശമാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ -7 കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. +7 മാത്രമേ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ +7 മാത്രം അപ്ലൈ ചെയ്തിട്ട് വലിയ സ്ക്വയറിന്റെ ഒരു സൈഡ് കണ്ടുപിടിച്ചത്. അപ്പൊ എന്ത് വന്നു? 11. ഇനി ഇത് തന്നെ നേരെ തിരിച്ച്, അതായത് ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ഇതാണ് എക്സ് ആയിട്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? വലിയ സ്ക്വയറിന്റെ ഒരു സൈഡ് കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഇനി നേരെ തിരിച്ച് ചിന്തിക്കുന്ന കുട്ടികളുണ്ടാവും. എങ്ങനെയാണ്? വലിയ സ്ക്വയറിന്റെ സൈഡ് എക്സ് ആണ് എന്ന് കൺസിഡർ ചെയ്യുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ചെറിയ സ്ക്വയറിന്റെ സൈഡ് എത്ര കിട്ടും? അതായത് ഇവിടെ പറയുന്നത് വലിയ സ്ക്വയറിന്റെ സൈഡ് എക്സ് ആണെങ്കിൽ ചെറിയ സ്ക്വയറിന്റെ സൈഡ് എത്രയായിരിക്കും? സെയിം തന്നെ കൺസെപ്റ്റ് തിരിച്ച് ചിന്തിക്കാം. വലുത് ഇവിടം മുതൽ ഇവിടം വരെ എക്സ്, അതിൽ ഈ അളവ് 2, ഈ അളവും 2. അപ്പൊ ഈ രണ്ടും കുറയണം. എക്സിൽ നിന്നും ഈ 2 അളവുകൾ 2 വീതം കുറഞ്ഞാൽ എന്ത് വരും? ചെറിയ സമചതുരത്തിന്റെ ഒരു വശം കിട്ടും. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇവിടെ എത്ര വരും? എക്സ് മൈനസ് 4 എന്ന് വരും. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും തിരിച്ച് കൺസിഡർ ചെയ്യാണ്. ഇത് ഫസ്റ്റ് കേസായിട്ട് നിങ്ങൾ ആൻസർ വിചാരിക്കുന്നവര്, അതായത് ചെറിയ സ്ക്വയറിന്റെ ഒരു സൈഡ് എക്സ് ആയിട്ട് വിചാരിക്കുന്നവര് കേസിൽ ഈ എത്രയുമാണ് ആൻസർ കിട്ടുക. ഇനി വലിയ വശത്തിന്റെ സൈഡ് എക്സ് ആയിട്ട് വിചാരിക്കൂ. സൈഡ് ഓഫ് ലാർജ് സ്ക്വയർ. ഓക്കെ, അതെന്ത് വരും? അതാണ് എക്സ് എന്ന് കരുതുകയാണ്. അതാണ് നമുക്ക് അറിയാത്ത കാര്യം, കണ്ടുപിടിക്കേണ്ട കാര്യം. ഇനി നമ്മളോട് തന്നിരിക്കുന്ന കാര്യം എന്താണ്? ചെറിയ സ്ക്വയറിന്റെ ഏരിയ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ചെറിയ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ചെറിയ സ്ക്വയറിന്റെ സൈഡ് പറയണം. സൈഡ് ഓഫ് സ്മോൾ സ്ക്വയർ, അതായത് എന്താണ്? വലിയ സമചതുരത്തിന്റെ ഒരു വശം സമം എക്സ്. അങ്ങനെയാണെങ്കിൽ ചെറിയ സമചതുരത്തിന്റെ ഒരു വശം സമം എന്ത് വരും? എക്സ്. എക്സിൽ നിന്നും എത്ര കുറയ്ക്കണം? ഈ 2 കുറയ്ക്കണം, ഈ 2 ഇവിടെ നിന്ന് കുറച്ച് കളയണം. അപ്പൊ എത്ര കുറയണം? ടോട്ടല് എക്സ് മൈനസ് 4 എന്നായി. ഇനി എന്ത് എഴുതാം? നമുക്ക് തന്നിട്ടുണ്ട് അതിന്റെ ഏരിയ, അതായത് പരപ്പളവ് 49 അല്ലെ. ഏരിയ ഓഫ് സ്മോൾ സ്ക്വയർ എന്താണ്? നമുക്ക് ഇക്വേഷൻ അറിയാലേ, എ സ്ക്വയർ ആണ്. അതായത് സൈഡ് ഇൻറ്റു സൈഡ്, ഒരു സൈഡ് എത്രയാണ്? എക്സ് മൈനസ് 4 ആണ്. എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ. ഇത് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണെന്ന്? 49 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിൽ നിന്ന് നമുക്ക് സോൾവ് ചെയ്യാം അല്ലെ. എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 49 ആണെങ്കിൽ എക്സ് മൈനസ് 4
മാത്രം കണ്ടുപിടിക്കൂ. എന്ത് ചെയ്യണം? x-4 തന്നെ ഇവിടെ നിർത്തുമ്പോ സ്ക്വയർ 49ന്റെ അടുത്തേക്ക് പോകും അല്ലേ? 49ന്റെ അടുത്തേക്ക് എങ്ങനെയാ പോവാ? സ്ക്വയർ എങ്ങനെയാ പോവാ? സ്ക്വയർ റൂട്ട് ആയിട്ടാണ് പോവാ. അപ്പൊ x-4 ഈക്വൽ ടു √49 എത്രയാണ്? 7 അല്ലെ? x-4 7 അതായത് എന്താണ് x-4? സ്മോൾ സ്ക്വയറിന്റെ ഒരു സൈഡ്, ചെറിയ സമചതുരത്തിന്റെ ഒരു വശം x-4 അത് 7. അപ്പൊ ഈ ഒരു ചെറിയ സമചതുരത്തിന്റെ വശം എത്രയാണെന്ന് കിട്ടി? 7. നോക്കൂ, ഇവിടെ നോക്കൂ, ഇവിടെയും സൈഡ് ഓഫ് സ്മോൾ സ്ക്വയർ എന്തിനെ കിട്ടിയത്? 7. കണ്ടില്ലേ? ഇനി നമുക്ക് ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? എക്സ് കണ്ടുപിടിക്കണം അല്ലെ? അതായത് സൈഡ് ഓഫ് ലാർജ് സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പൊ x-4 7 ആണെങ്കിൽ ഇവിടെ നിന്നും നമുക്ക് എന്ത് പറയാം? x ഈക്വൽ ടു 7 -4 സമത്തിന്റെ അങ്ങേ സൈഡിലേക്ക് എങ്ങനെ പോവും? +4 ആയിട്ട് പോവും അല്ലേ? അപ്പൊ എത്ര വന്നു? 11. അപ്പൊ വലിയ വശം എന്ന് പറയുന്നത് എത്രയാണ്? 11. വലിയ വശം 11. ഇവിടെ നോക്കി, സൈഡ് ഓഫ് ലാർജ് സ്ക്വയർ 11 11 കണ്ടില്ലേ? കിട്ടി. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാ ചെയ്തേ? ഒരു മെത്തേഡ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? രണ്ടാമത്തെ മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യണ്ടേ? രണ്ടാമത്തെയും മൂന്നാമത്തെയും മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നോക്കൂ, x-4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 49 എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഇത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? സ്ക്വയറിനെ ഈക്വൽ സൈഡിന്റെ അങ്ങേ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ടാണ് എക്സ് കണ്ടുപിടിച്ചത്. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് എക്സ്പാൻഷൻ ചെയ്യും. x-4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 49. ഇതിനെ എങ്ങനെയാണ് എക്സ്പാൻഷൻ? x-4 ഹോൾ സ്ക്വയർ അതായത് a-b ഹോൾ സ്ക്വയർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്തായിരുന്നു? x-y ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ a-b ഹോൾ സ്ക്വയർ ചെയ്തിരുന്നു അല്ലെ? എന്തായിരുന്നു? a-b ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ. x-y ഹോൾ സ്ക്വയർ പറയുകയാണെങ്കിലോ x സ്ക്വയർ മൈനസ് 2xy പ്ലസ് y സ്ക്വയർ. കാണാത്തവര് എന്ത് ചെയ്യണം? കഴിഞ്ഞ ക്ലാസ് പോയി കാണാം. അതിൽ നമ്മൾ എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നതെന്ന് പറയുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്താൽ മതി? x-4 ഹോൾ സ്ക്വയർ എന്ന് വരികയാണെങ്കിൽ ആദ്യത്തെ ടേമിന്റെ സ്ക്വയർ, അതായത് ഇവിടെ എന്താ? x സ്ക്വയർ. ആദ്യത്തെ ടേം x സ്ക്വയർ. ഇനി എന്ത് ചെയ്യണം? ഇവിടെ മൈനസ് ആണെങ്കിൽ മൈനസ് ഇടുക, പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് എടുത്ത് എഴുതാം, മൈനസ്. ഇനി എന്ത് ചെയ്യാം? 2 × x × 4. അപ്പൊ എത്ര വരും? 2 × x × 4 എത്രയാണ്? 2 × 4 8 × x അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഞാൻ എഴുതി കാണിക്കാം. 2 × x × 4 ഞാൻ അതുപോലെ തന്നെ എഴുതിട്ടോ. ഇനി എന്ത് ചെയ്യണം? -4ന്റെ സ്ക്വയർ അതായത് എന്താ വരാ? പ്ലസ് 4 സ്ക്വയർ. ഓക്കെ, ഇവിടെ വരുന്ന സൈൻ ഇവിടെ മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ഇത് മൈനസ് ആണെങ്കിൽ ഇവിടെ മാത്രം മൈനസ് ചെയ്യാം. ഈ രണ്ടറ്റത്തും പ്ലസ് തന്നെയാണ്. ഓക്കെ, ഈക്വൽ ടു എത്രയാണ്? 49. ഇവിടെ 49 എന്ന് കിട്ടി. ഇനി എങ്ങനെയാ ചെയ്യാ? x സ്ക്വയർ അതുപോലെ തന്നെ എഴുതി. -2 × x × 4 എന്താണ്? -8x പ്ലസ് 4 സ്ക്വയർ എത്രയാണ്? 4 × 4 16. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം? 49 റൈറ്റ് സൈഡിലാണ് നിൽക്കുന്നത്, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. -49 സമം 0. ഓക്കെ, ഇനി അപ്പുറത്ത് ഒന്നും ഇല്ല, അപ്പൊ നമ്മൾ 0 എന്ന് കൊടുത്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യാം? x സ്ക്വയർ -8x. ഇവിടം വരെ നമുക്ക് ഒന്നും ചെയ്യേണ്ടതില്ല, കാരണം 16 - 49 മാത്രമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വരുന്നുള്ളൂ അല്ലെ? അപ്പൊ നോക്കൂ, ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ്. എന്ത് ചെയ്യണം? വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പർ കുറയ്ക്കുക, വലിയ നമ്പറിന്റെ സൈൻ കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യാം? 49ൽ നിന്നും 16 കുറയ്ക്കണം. എത്ര വരും? 33. ശരിയല്ലേ? ഇതാ നോക്കൂ, 33. അപ്പൊ 49 9ൽ 6 പോയാൽ 3, 4ൽ നിന്ന് 1 പോയാൽ 3. ഇനി എന്ത് ചെയ്യണം? വലിയ നമ്പറിന്റെ സൈൻ നെഗറ്റീവ് ആണ് കണ്ടോ? ഈക്വൽ ടു എത്ര വരും? 0. ഇനി ഇവിടെ നോക്കുക, ഇത് ഏത് മോഡലിലായി? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ മോഡലിലായി അല്ലെ? രണ്ടാകൃതി സമവാക്യത്തിന്റെ ഇക്വേഷനായി. അപ്പൊ ജനറൽ ഫോം എന്താണ്? ax സ്ക്വയർ. ജനറൽ ഫോം ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0.
ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ്. എക്സ് സ്ക്വയറിന്റെ കൂടെ ഉള്ള ആളാണ് ആര്? എ. അപ്പൊ ഇവിടെ എ എന്ന് പറഞ്ഞാല് A=1. ബി എന്ന് പറയുമ്പോഴോ? ബി എന്ന് പറയുമ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് എക്സിനോടൊപ്പം കിടക്കുന്ന ആള്, അതായത് -8. ബി എന്ന് പറഞ്ഞാല് -8. സിയോ? സി എന്ന് പറയുമ്പോൾ എന്താണ്? എക്സോ എക്സ് സ്ക്വയറോ ഒന്നും ഇല്ലാതെ കോൺസ്റ്റന്റ് ടേം, സ്ഥിരസംഖ്യ. ഇവിടെ വരുന്നത് -33. സി എന്ന് പറയുമ്പോൾ -33. ഇനി എന്ത് ചെയ്യണം? എക്സ് ഡാഷ് ഒരു നമ്പർ ഇൻറ്റു എക്സിനോടൊപ്പം മറ്റൊരു നമ്പർ ഗുണിക്കുമ്പോ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടണം, ഈ ഒരു ഇക്വേഷൻ കിട്ടണം. ഈ രീതിയിലേക്ക് നമുക്ക് ഇതിനെ മാറ്റി എഴുതണം. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യാം? ഗുണിക്കുമ്പോൾ ഈ നമ്പറും ആ ഉത്തരങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ ഈ നമ്പറും വരണം. അതായത് എക്സിന് 2 വാല്യൂസ് കിട്ടില്ലേ, അത് തമ്മിൽ ഗുണിക്കുമ്പോൾ -33 കിട്ടണം. ആ എക്സിന്റെ വാല്യൂസ് തമ്മിൽ കൂട്ടുമ്പോൾ അല്ലെങ്കിൽ കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടണം? -8 കിട്ടണം. അപ്പൊ ഏതൊക്കെയായിരിക്കും? 33. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പറയാം 11 × 3 33 ആണ് അല്ലെ. അപ്പൊ 11 × 3 33 ആണ്. അപ്പൊ ഞാൻ അതൊന്ന് എഴുതി നോക്കുകയാണ്. 11 × 3 33. ഇനി ഇവ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 14 ആണ്. ഇവിടെ 14 ഉണ്ടോ? ഇല്ല. 11 -3 ചെയ്ത് നോക്കിയേ, രണ്ടെണ്ണം തമ്മിലുള്ള വ്യത്യാസം എത്ര വരും? 8. അപ്പൊ ഇവിടെ നോക്കി 8 ആണ്. അപ്പൊ 11 3 തന്നെയാണ് നമ്പേഴ്സ് വരുന്നത്. അത് നമുക്ക് ഒരു ഏകദേശ ധാരണയായി. 11 3 ഇവിടെ വരുന്ന നമ്പറുകള്. 11 3 ഇവ തമ്മിലാണ് സംഖ്യകള്. ഇനി എന്ത് വേണം? ഇതിനിടയിൽ സൈൻ വേണം അല്ലെ, ചിഹ്നം വേണം. അപ്പൊ ഗുണിക്കുമ്പോ നെഗറ്റീവ് വരണം. അതായത് ഒന്നുകിൽ 11 നെഗറ്റീവ് ആവണം, അല്ലെങ്കിൽ 3 നെഗറ്റീവ് ആവണം. ഓക്കെ, ഒന്നുകിൽ 11 അല്ലെങ്കിൽ 3 നെഗറ്റീവ് ആവണം. കാരണം പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവിന്റെ ആൻസർ മാത്രമേ നെഗറ്റീവ് ആവുള്ളൂ. അപ്പൊ -33 കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് വരണം. ഇനി നോക്കുക, ഇവിടെ എന്താ പറഞ്ഞത്? ഉത്തരങ്ങള് ഏതൊക്കെ? 11 3 ഈ 2 ഉത്തരങ്ങളാണ് എക്സിന്റെ വാല്യൂസ്. ഇവ തമ്മിൽ കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? -8 കിട്ടണം. അപ്പൊ കൂട്ടുമ്പോൾ രണ്ടും വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ എന്ത് വരും? അതായത് നമ്മൾ പറഞ്ഞു ഒന്നുകില് -11 3 വരണം, അല്ലെങ്കിൽ 11 -3 വരണം. ഈ 2 കേസാണ് വരിക. ഇവിടെ നോക്കൂ, 11 -3 ഗുണിക്കുമ്പോ നോക്കി -3 × 11 -33. അപ്പൊ ഇത് ശരിയായി. ഇനി ഇത് തമ്മിൽ കൂട്ടി നോക്കി 11 + -3 രണ്ടും വ്യത്യസ്ത ചിഹ്നമാണ്. രണ്ടും വ്യത്യസ്ത ചിഹ്നമാകുമ്പോ എങ്ങനെ കൂട്ടാം? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചിട്ട് വലിയ നമ്പറിന്റെ സൈൻ കൊടുക്കുക. അപ്പൊ വലുത് 11, അതിൽ നിന്ന് 3 കുറച്ചാല് 8. അതിനോടൊപ്പം വലിയ നമ്പറിന്റെ സൈൻ പോസിറ്റീവ്. അപ്പൊ +8. ഇതിവിടെ ശരിയാവോ? ഇല്ല. അപ്പൊ ഇനി വീണ്ടും ഈ കേസ് നോക്കാം. -11 3 ഗുണിക്കുമ്പോ -33 അതിവിടെ വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? ഇത് തമ്മിൽ കൂട്ടാം. -11 + 3. അപ്പൊ എന്ത് വന്നു? -11 + 3 വരുമ്പോ എത്ര വരും? -8 വരും അല്ലെ. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 11 ൽ നിന്ന് 3 കുറച്ചാല് 8. വലുതിന്റെ ചിഹ്നം മൈനസ് അതെവിടെ ഇട്ട് കൊടുത്തു. അപ്പൊ -8x കണ്ടില്ലേ? അപ്പൊ ഇവിടെ ശരിയായി. ഏതൊക്കെയാ വരിക? -11 3. അപ്പൊ ഇവിടെ 11നോടൊപ്പം മൈനസ് കൊടുത്തു, 3നോടൊപ്പം പ്ലസ് കൊടുത്തു. ഇങ്ങനെയാണ് ഈ 2 നമ്പേഴ്സ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഈ ഒരു രീതി മനസ്സിലായോ? അപ്പൊ ഇവിടെ ഇതാണ് വരേണ്ടത്. ഈ നമ്പർ വന്നാല് നമ്മുടെ ചിഹ്നം മാറിപ്പോ. ഓക്കെ, അത് അതേസമയം ഇവിടെ പോസിറ്റീവ് ആയിരുന്നെങ്കിലോ ഈ കേസാണ് എടുക്കേണ്ടത്. മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോ x -11 × x + 3 0. നമുക്കറിയാം 2 സംഖ്യകളുടെ ഗുണനം വന്നാല് ഒന്നുകിൽ ഈ നമ്പർ 0 ആവണം, അല്ലെങ്കിൽ ഈ നമ്പർ 0 ആവണം. അപ്പൊ x -11 0 or x + 3 0. ശരിയല്ലേ? അപ്പൊ എന്ത് പറയാം? x -11 0 ആണെങ്കിൽ x എന്ത് വരും? -11 സമത്തിന്റെ അങ്ങേ സൈഡിലേക്ക് ചാടുമ്പോ +11 ആയി മാറി. ഓക്കെ, ഓർ എന്ത് പറയാം? x +3 സമത്തിന്റെ അങ്ങേ സൈഡിലേക്ക് എങ്ങനെ ചാടുക? -3 ആയിട്ടാണ് ചാടുക അല്ലെ. +3 സമത്തിന്റെ അങ്ങേ സൈഡിലേക്ക് -3 ആയിട്ട് വരും.
അപ്പൊ ഇത് ഇവിടെ രണ്ട് ആൻസർ വന്നു. എന്താണ്? ഒന്ന് 11ഉം ഒന്ന് -3ഉം ആണ് ആൻസർ വന്നത്. ഇതിൽ ഏത് ആൻസർ ആണ് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുക? -3 എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഇതൊരു വശമാണ്, ഒരു സ്ക്വയറിന്റെ ഒരു സൈഡ് അല്ലെങ്കിൽ ഒരു വശമാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നെഗറ്റീവ് സൈഡ്, ഒരു നെഗറ്റീവ് അളവ് ഒരു വശത്തിന് അല്ലെങ്കിൽ ഒരു നീളത്തിന് നമ്മൾ സ്വതവേ പറയാറില്ല. അതുകൊണ്ട് -3 എന്നുള്ളത് ഇവിടെ പോസിബിൾ കേസ് അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സൈഡ് ഈക്വൽ ടു 11 സെന്റിമീറ്റർ അല്ലെങ്കിൽ യൂണിറ്റ് എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് എക്സ് കിട്ടി. അപ്പൊ ഈ രീതി നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇതേ സംഭവം തന്നെ നമുക്ക് എന്തുപയോഗിച്ചും കണ്ടുപിടിക്കാം. ഇക്വേഷൻ യൂസ് ചെയ്തിട്ടും കണ്ടുപിടിക്കാം അല്ലേ. അപ്പൊ നോക്കാം, ഇവിടെ നമ്മൾ ഫസ്റ്റ് മെത്തേഡായിട്ട് ചെയ്തത് എന്താണ്? ഒന്ന് x-4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 49 ആണ്. അപ്പൊ ഈ സ്ക്വയർ എന്നുള്ളതിനെ ഈക്വൽ സൈൻ അങ്ങേ സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പൊ സ്ക്വയർ റൂട്ട് ആയിട്ട് മാറി. x-4 ഈക്വൽ ടു √49 ഈക്വൽ ടു 7 കിട്ടി. ഇനി x ഈക്വൽ ടു ഇവിടെ നിർത്തി -4 ഈക്വൽ സൈൻ്റെ അങ്ങേ സൈഡിലേക്ക്, അതായത് 7ന്റെ അടുത്തേക്ക് ചാടിപ്പോയിപ്പോ -4 +4 ആയിട്ട് മാറി. 7 + 4 എന്നുള്ളത് 11 ആയിട്ട് കിട്ടി. അതായത് x ഈക്വൽ ടു 11. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? സെയിം കണ്ടീഷൻ തന്നെ വന്നു അല്ലെ. x-4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 49 ആണ്. അപ്പൊ ഇവിടെ എന്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു? a-b ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ x-y ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അത് ഉപയോഗിച്ച് എന്ത് പറയാം? x² -2 × x × 4 +4² = 49. ഇവിടെ x² അതുപോലെ തന്നെ എഴുതി. -2 × 4 8. ഇനി x അതുപോലെ തന്നെ ഇറക്കി എഴുതി. അപ്പൊ -8x 4² അതായത് 16. 49 സമത്തിന്റെ അങ്ങേ സൈഡിൽ കിടക്കുന്ന ആളാണ്. അയാൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പോ -49 സമം. ഇനി റൈറ്റ് സൈഡിൽ ആരും ഇല്ല, അതുകൊണ്ട് അവിടെ നമ്മൾ 0 എന്ന് എഴുതി. x² -8x അതുപോലെ തന്നെ ഇറക്കി എഴുതി. ഇവ തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു? ആൻസർ കണ്ടുപിടിച്ചു. വലിയ സൈൻ, രണ്ടും വ്യത്യസ്ത സൈൻ ആണ്. വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ. 16 49. അപ്പൊ 49 ന്ന് 16 കുറച്ചാല് 33. 49ന്റെ സൈൻ എന്താണ്? നെഗറ്റീവ് ആണ്. ആ നെഗറ്റീവ് നമ്പർ, നെഗറ്റീവ് സൈൻ നമ്മളിവിടെ കൊടുത്തു. അപ്പൊ x² -8x -33 ഈക്വൽ ടു 0 എന്ന് കിട്ടി. ദെൻ ഇനി ഇവിടെ നോക്കുകയാണ്, എക്സ് പിന്നെ ഒരു നമ്പർ, എക്സ് ഒരു നമ്പർ, ഇവ തമ്മിലുള്ള പ്രൊഡക്റ്റ് ആണ്. അതായത് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസ് ആക്കി എഴുതി. രണ്ട് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസിന്റെ പ്രൊഡക്റ്റ് ആണ്. അതായത് ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒരു സെക്കൻഡ് ഡിഗ്രി രണ്ടാം കൃതി സമവാക്യം കിട്ടും, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടും. ഓക്കെ, അതുപയോഗിച്ച് നമ്മൾ എന്ത് പറഞ്ഞു? ഈ -11ഉം 3ഉം കണ്ടുപിടിക്കലാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ x² കോഎഫിഷ്യന്റ് ആരാണ്? a, അതായത് 1 ആണ്. എക്സിന്റെ കോഎഫിഷ്യന്റ് അതായത് എന്ത് വരും? b, that means -8. ദെൻ c എന്നുള്ളതോ എക്സോ x² ഇല്ലാത്ത ടേം, കോൺസ്റ്റന്റ് ടേം, സ്ഥിരസംഖ്യ, അതാണ് -33. ഇത് ഇവിടെ എയും ബിയും സി ഒന്നും ഇവിടെ എഴുതിയില്ല, വിരോധമില്ല. കാരണം എന്താണ്? ഇത് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് വേണ്ടത്. അപ്പൊ നോക്കി, -33 ഗുണിക്കണമെങ്കിൽ 11 × 3 ഒറ്റ നമ്പർ മാത്രം യൂസ് ചെയ്തപ്പോഴേക്കും എന്ത് മനസ്സിലായി? 11ഉം 3ഉം ആണ് ഇവിടെ രണ്ട് സ്ഥലത്തും വരേണ്ടത് എന്ന് മനസ്സിലായി. ഇനി -11 ആണോ +11 ആണോ, അല്ലെങ്കിൽ -3 ആണോ +3 ആണോ, ഈ രണ്ട് കേസ് മാത്രമേ നമുക്ക് പരിഗണിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പൊ ഞാൻ നോക്കുകയാണ്, -11 +3, 11 -3. എന്തുകൊണ്ടാണ് രണ്ടും നെഗറ്റീവും രണ്ടും പോസിറ്റീവും കൊടുക്കാഞ്ഞത്? ഇവിടെ നോക്കി, പ്രൊഡക്റ്റ് ആണ് ഇവിടെ വരുന്നത്, ഗുണനഫലമാണ് അല്ലെ. അപ്പൊ ഗുണിക്കുമ്പോൾ നെഗറ്റീവ് വരണം എന്ന് പറയുകയാണെങ്കിൽ എന്ത് പറയാം? ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് വരണം. അപ്പൊ -11 അല്ലെങ്കിൽ -3, ഇതിലേതെങ്കിലും ഒരു കേസ് നിർബന്ധമാണ്. ഇനി ഇവിടെ നോക്കുക, ഇതിന് സം എടുക്കുമ്പോൾ -8 ആണ് വരേണ്ടത്. അപ്പൊ ഇവിടെ നെഗറ്റീവ് വരണമെങ്കിൽ വലിയ നമ്പർ നെഗറ്റീവ് കൊടുക്കണം. ഓക്കെ, അതാണ്, ആ ഐഡിയ ആണ് വേണ്ടത്. അപ്പൊ ഇവിടെ 11നാണ് നെഗറ്റീവ് കൊടുക്കേണ്ടത്. അപ്പൊ -11ഉം 3ഉം, അപ്പൊ എക്സിനോടൊപ്പം -11 ചേർത്തു, എക്സിനോടൊപ്പം ഈ 3ഉം ചേർത്ത് കൊടുത്തു.
അപ്പൊ എന്ത് വന്നു? എക്സ് മൈനസ് 11 ഇൻറ്റു എക്സ് പ്ലസ് 3 സമം 0 ആണെങ്കിൽ എക്സ് മൈനസ് 11 എന്നുള്ളത് 0 അല്ലെങ്കിൽ നമുക്ക് പറയാം എക്സ് പ്ലസ് 3 0. എക്സ് മൈനസ് 11 0 എന്ന് പറയുമ്പോൾ എക്സ് സമം എന്ത് പറയാം? മൈനസ് 11 സമത്തിന്റെ അങ്ങേ സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പൊ എക്സ് സമം 11. ഓക്കെ, ഇനി എക്സ് പ്ലസ് 3 സമം 0 ആണെങ്കിൽ എക്സ് സമം എന്ത് പറയാം? മൈനസ് 3 എന്നുള്ളതിനെ അങ്ങേ സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പൊ എക്സ് സമം -3. ഇവിടെ 2 ആൻസർ വരുന്നത് കൊണ്ട് നമുക്ക് നോക്കാം. എക്സിന് -3 എന്നുള്ളൊരു ആൻസർ വന്നിട്ടുണ്ട്. അത് ഇവിടെ എടുക്കാൻ പറ്റുമോ? ഈ കേസിൽ എടുക്കാൻ സാധിക്കില്ല. കാരണം നമ്മൾ പറഞ്ഞത് ഒരു സമചതുരത്തിന്റെ കേസാണ്. സമചതുരത്തിന്റെ കേസ് ആയതുകൊണ്ട് സമചതുരത്തിന്റെ വശങ്ങൾ നമ്മൾ ഒരിക്കലും നെഗറ്റീവ് വശങ്ങൾ പറയാറില്ല. -3 സെന്റിമീറ്റർ അളവുള്ള സമചതുരം വരയ്ക്കുക അങ്ങനെ പറയാറുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കേസ് മാത്രം സൈഡിന്റെ ലെങ്ത് ഓഫ് ദ സൈഡ് ഈക്വൽ ടു 11 സെന്റിമീറ്റർ എന്ന് കൺസിഡർ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറയാണ് എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 49 ചെയ്ത് നമുക്ക് ഇവിടം വരെ കിട്ടി അല്ലേ? അപ്പൊ ഈ സ്റ്റെപ്പ് വരെ വരുമ്പോഴാണ് നമുക്ക് എന്ത് ഉപയോഗിക്കേണ്ടത്? ഒന്നുകിൽ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആക്കി മാറ്റി അതിൽ നിന്നും സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണെങ്കിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ എക്സ് കണ്ടുപിടിക്കാൻ ഒരു സമവാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? എക്സ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac ബൈ 2a. ഇത് നമ്മുടെ മനഃപ്പാഠമാക്കേണ്ടതാണ്. ഓക്കെ, നോക്കാം. ചോദ്യം എന്താണ്? ഇവിടെ എക്സ് കണ്ടുപിടിക്കുകയാണ് അല്ലെ? എക്സ് ഈക്വൽ ടു എന്ത് വരും? -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac ബൈ 2a. ഇവിടെയാണ് നമുക്ക് എയും ബിയും സിയും അറിയേണ്ടത്. അപ്പൊ ഇവിടെ നിന്ന് എ എന്താണ്, ബി എന്താണ്, സി എന്താണ് എന്ന് നമ്മൾ തൊട്ട് മുൻപ് എഴുതി വെച്ചിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ അത് അപ്ലൈ ചെയ്താൽ പോരെ? മൈനസ്, അത് മൈനസ് അതുപോലെ തന്നെ കൊടുത്തു. ബി എന്താണ് ഇവിടെ വരുന്നത്? -8 ആണ്. അപ്പൊ ബിയുടെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുത്തു? -8 ബ്രാക്കറ്റിനകത്ത് കൊടുത്തു. ഓക്കെ, എന്താ കാരണം? ഈ മൈനസ് അതുപോലെ തന്നെ എഴുതി. ബി എന്ന് പറഞ്ഞാല് -8 ആണ്, അത് അതുപോലെ തന്നെ കൊടുത്തു. പ്ലസ് ഓർ മൈനസ് √b². ബി എത്രയാണ്? -8. അപ്പോ b² -8ന്റെ സ്ക്വയർ മൈനസ് 4a. എത്രയാണ്? 1. a. സി എത്രയാണ്? -33 -33. അപ്പൊ ഈ ബ്രാക്കറ്റ് ഇവിടെ വരെ കൊടുക്കണം കേട്ടോ. ബൈ 2a. 2 × 1 നമ്മൾ തൊട്ട് മുൻപൊക്കെ ഈ b² - 4ac സെപ്പറേറ്റ് കണ്ടുപിടിച്ചിരുന്നു. അങ്ങനെ കണ്ടുപിടിക്കാനില്ല, ഇവിടെ ഇക്വേഷനിൽ തന്നെ അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിലും വിരോധമില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് വന്നു? -8 നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ 8 മാത്രമായിട്ട് മാറി അല്ലേ? 8 പ്ലസ് ഓർ മൈനസ് ഇത് എത്ര വന്നു? പോസിറ്റീവ്. 8² എത്രയാണ്? സ്ക്വയർ റൂട്ടിനകത്ത് എഴുതേണ്ട വാല്യൂ 8² 64. 8 64. ഇനി എന്താ? -4 × 1 × -33 മൈനസ് ഇൻറ്റു മൈനസ്, അതായത് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. 4 × 33 എത്ര വന്നു? 3 × 4 12. 12ൽ 2 റിമൈൻഡർ 1. 3 × 4 12. 12 13 132. ഓക്കെ, ബൈ 2 × 1 ഈക്വൽ ടു എത്രയാ? 2. അപ്പൊ ഇവിടെ എന്ത് വന്നു? 8 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 132 പ്ലസ് 64 എത്ര വരും? 130നോടൊപ്പം 60 കൂട്ടുമ്പോ എത്രയാ? 190. 4 + 2 എത്രയാണ്? 6. അപ്പൊ 196 ബൈ 2. എക്സ് ഈക്വൽ ടു എന്ത് വന്നു? 8 പ്ലസ് ഓർ മൈനസ് 8 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 196 എത്രയാണ്? 14. ശരിയല്ലേ? 14ന്റെ സ്ക്വയർ എത്രയാണ്? 196 ബൈ എന്താണ്? 2. ഇവിടെ നോക്കി, 14ന്റെ സ്ക്വയർ ആണ് 196 എന്നാണ്. വല്ല സംശയം ഉണ്ടോ? ഞാനൊരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ. 14ന്റെ സ്ക്വയർ കാണാൻ 14 സ്ക്വയർ കേട്ടോ. ഇതാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോണതേ. ഇത് കണ്ടുപിടിക്കാനായിട്ട് ഞാനൊരു സൂത്രം പറഞ്ഞുതരാം കേട്ടോ. x + y അല്ലെങ്കിൽ a + b കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അത്.
ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാറ്? എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ 2 എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതാണ് നമുക്ക് ഇക്വേഷൻ എന്ന് അറിയാം. അപ്പൊ ഇവിടെ ഞാൻ എഴുതാൻ പോവാണ് 14ന്റെ സ്ക്വയർ 14. എക്സിന്റെ സ്ഥാനത്ത് 1, വൈയുടെ സ്ഥാനത്ത് 4. അതിന്റെ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറയുമ്പോ ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്? ഇതാ നോക്കിക്കോ, ഒറ്റ സെക്കൻഡ് കൊണ്ട് നമുക്ക് ആൻസർ അറിയാം. ആദ്യം 4ന്റെ സ്ക്വയർ 16. 16ല് 6 മാത്രം എഴുതാണ്. 4ന്റെ സ്ക്വയർ 16, അതില് 6 എഴുതി, റിമൈൻഡർ 1. ദെൻ നെക്സ്റ്റ് അതിന് തൊട്ട് മുൻപ് എന്താ ചെയ്യേണ്ടത്? 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ ആണ്. 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ 2 ഇൻറ്റു 1 ഇൻറ്റു 4 2 ഇൻറ്റു 1 2 ഇൻറ്റു 4 8. നമുക്ക് തൊട്ട് മുൻപ് 1 റിമൈൻഡർ ഉണ്ടായിരുന്നല്ലോ, ആ 1 കൂടി ഞാനിവിടെ എഴുതാണ് 9. ദെൻ അതിന് തൊട്ട് മുൻപ് എന്താണ് ചെയ്തത്? ഫസ്റ്റ് ഡിജിറ്റിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ കണ്ടില്ലേ? അപ്പൊ ഇതുപോലെ ഇവിടെ നോക്കുക, 1ന്റെ സ്ക്വയർ. അപ്പൊ എന്ത് വന്നു? 1ന്റെ സ്ക്വയർ 1. റിമൈൻഡർ ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ 196 കിട്ടിയോ? ഇത് നിങ്ങൾ വേറെ നമ്പേഴ്സ് ഒക്കെ ഉപയോഗിച്ച് ഈ മെത്തേഡ് യൂസ് ചെയ്ത് നോക്കുക. ഏത് നമ്പർ പറഞ്ഞാലും, ഏത് 2 ഡിജിറ്റ് നമ്പർ പറഞ്ഞാലും അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴിയാണ് ഇത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ല. ഓക്കെ, അപ്പൊ നോക്കുക, എന്താണ്? 14ന്റെ സ്ക്വയർ ആണ് 196. അപ്പൊ ഞാനിവിടെ 14 എഴുതി, പ്ലസ് ഓർ മൈനസ് 14/2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്ലസ് 14 അപ്ലൈ ചെയ്യാം, മൈനസ് 14 അപ്ലൈ ചെയ്യാം അല്ലെ? എക്സ് സമം 8 പ്ലസ് 14/2 ഓർ സ്പ്ലിറ്റ് ചെയ്യാണ് കേട്ടോ. 8 മൈനസ് 14/2. അപ്പൊ എക്സിന്റെ 2 വാല്യൂസ് ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്തു. 8 പ്ലസ് 14 എത്രയാ? 22/2 ഓർ എന്ത് വന്നു? ഈക്വൽ ടു എക്സ് ഈക്വൽ ടു എത്രയാ? 8 മൈനസ് 14 എത്രയാണ്? 6 ആണ് അല്ലെ? -6. രണ്ടും വ്യത്യസ്ത സൈൻ ആണ്. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കുക. 14 8 കൊടുത്താൽ 6. വലിയ നമ്പറിന്റെ സൈൻ മൈനസ്, ആ നെഗറ്റീവ് തന്നെ ഇട്ടു, മൈനസ് തന്നെ ഇട്ടു, /2. നോക്കുക, 22/2 എക്സ് സമം 11 ഓർ എക്സ് സമം ഇവിടെയോ -3 എക്സ് സമം -3. ഇവിടെയും നമ്മൾ തൊട്ട് മുൻപ് കണ്ടുപിടിച്ച ഉത്തരമായതുകൊണ്ട് നമുക്ക് പറയാം എക്സ് എന്നുള്ളത് ഒരിക്കലും നെഗറ്റീവ് വാല്യൂ ഈ കേസിൽ എടുക്കാനായിട്ട് പാടില്ല. കാരണം എക്സ് ഒരു വശമാണ്, ഒരു സൈഡാണ് അല്ലെ? സ്ക്വയറിന്റെ സൈഡാണ്. അതുകൊണ്ട് ഈ കേസ് ഇവിടെ പരിഗണിക്കാനായിട്ട് സാധിക്കില്ല. ഈ ഒരു കേസ് എക്സ് ഈക്വൽ ടു 11 എന്നുള്ള കേസ് മാത്രമേ നമുക്ക് ഈ ഒരു കേസിൽ കൺസിഡർ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ നോക്കിയേ മക്കളെ, നിങ്ങൾക്കൊരു ഹോംവർക്ക് തരട്ടെ. സെയിം പാറ്റേണിൽ തന്നെ ഈ 3 രീതിക്ക് അനുസരിച്ചും നിങ്ങൾ ചെയ്ത് നോക്കണം. എങ്കിലാണ് നിങ്ങൾക്ക് ഈ 3 മെത്തേഡിലൂടെ ചെയ്യാനുള്ള വഴികൾ പെട്ടെന്ന് മനസ്സിൽ തെളിയുള്ളൂ. അതായത് നിങ്ങൾ എത്രമാത്രം ചെയ്യുന്നു അത്രമാത്രം നിങ്ങൾക്ക് സ്പീഡ് വരും. അത്രയും സ്പീഡിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചാൽ ഒരു മെത്തേഡിലൂടെ പെട്ടെന്ന് നമ്മൾ ചെയ്തു പോകുന്ന സമയത്ത് ആൻസർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കൂടി അനദർ മെത്തേഡ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മുടെ മാർക്ക് കളയാതെ നമുക്ക് മേടിച്ചെടുക്കാം. ഓക്കെ, 3 മെത്തേഡിൽ കൂടെ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇത്ര സിമ്പിളായിട്ട് കളയരുത്. ഇപ്പോഴേ നിങ്ങൾ ഇതിൽ നിന്ന് റിജക്റ്റ് ചെയ്ത് കളയരുത്. അതായത് ഈ കേസ് എനിക്ക് ഇഷ്ടമായില്ല, ഞാൻ ചെയ്യുന്നില്ല, അങ്ങനെ വിചാരിച്ച് കളയരുത്. നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, ചെയ്ത് പഠിക്കുമല്ലോ. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഹോംവർക്കിന്റെ ആൻസർ ടീച്ചർക്ക് കമന്റ് ആയിട്ട് അയച്ചു തരണം കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യനിൽ ഞാൻ അധികം മാറ്റമൊന്നും വരുത്തുന്നില്ല. സെയിം ക്വസ്റ്റ്യനിൽ തന്നെ വാല്യൂ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്, വാല്യൂവില് ചെറിയ മാറ്റം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ ഇതാണ്: when each side of a square was reduced by 2 meters, the area became 81 square meters. What was the length of a side of the original square? ഒരു സമചതുരത്തിന്റെ വശങ്ങളെല്ലാം 2 മീറ്റർ കുറച്ച് ചെറുതാക്കിയപ്പോൾ പരപ്പളവ് 81 ചതുരശ്ര മീറ്റർ ആയി. ആദ്യത്തെ സമചതുരത്തിന്റെ വശങ്ങളുടെ നീളം എത്ര മീറ്റർ ആയിരുന്നു? അപ്പൊ നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായി കാണും. അപ്പൊ ഏതൊക്കെ രീതിയിൽ കൂടെ ചെയ്യണം? ആദ്യം ചെറിയ വശത്തിന്റെ, ചെറിയ സമചതുരത്തിന്റെ സൈഡ് എക്സ് ആയിട്ട് എടുത്ത് ചെയ്ത് നോക്കുക. വലിയ സമചതുരത്തിന്റെ സൈഡ് എക്സ് ആയിട്ട് എടുത്ത് ചെയ്ത് നോക്കുക. അങ്ങനെ വരുമ്പോൾ രണ്ടും സെയിം ആകുന്നുണ്ടോ?
അതിനുശേഷം എന്താണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ വരുന്നത്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വരുന്നത് എവിടെയാണ്, അതായത് എന്താ രണ്ടാകൃതി സമവാക്യം വരുന്നത് എവിടെയാണെന്ന് നോക്കുക. അതുപയോഗിച്ചിട്ട് വീണ്ടും പ്രോബ്ലം 2 രീതിയിൽ കൂടെ ചെയ്ത് നോക്കുക. ചെയ്യില്ലേ? ആൻസർ ടീച്ചർക്ക് കമൻ്റ് ആയിട്ട് ഇടണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ പ്രോബ്ലം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, നിങ്ങൾ സോൾവ് ചെയ്യുക. അതോടൊപ്പം ഞാൻ ഇവിടെ ഒരു എളുപ്പ വഴി നിങ്ങൾക്ക് പറഞ്ഞു തന്നു അല്ലേ, 14 സ്ക്വയർ 196. അതുപോലെ വേറെ നമ്പറുകൾ സ്ക്വയർ ഇതുപോലെ കണ്ടുപിടിക്കുക, എന്നിട്ട് അത് ഉത്തരം ശരിയല്ലേ എന്നൊന്നും ചെക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ സ്ക്വയറും നമുക്ക് ഇതുപോലെ 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ എല്ലാം മനപ്പാഠം പഠിച്ചിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങളെല്ലാവരും നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യുന്നവരാണ് എന്നറിയാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങൾ ക്വസ്റ്റ്യനുമായിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ടീച്ചർക്ക് അത് അയച്ചു തരാം. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും നമ്മുടെ ക്ലാസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ 3 മെത്തേഡിലൂടെയും നിങ്ങൾ എല്ലാവരും ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് SSLC എക്സാമിനേഷന് നമ്മുടെ ഒരൊറ്റ മാർക്ക് കളയാതെ നമുക്ക് എല്ലാ മാർക്കും വാങ്ങണം. ഓക്കെ, ബൈ. അടുത്ത ക്ലാസ്സിൽ കാണാം.